ഇന്ന് നമ്മള് മോറിസിനിൽ പോയപ്പോ നല്ല വലിയ സാഡിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു. അത് അതിന്റെ പ്രോസസ്സിംഗിലാണ്. അതിന് വേണ്ടി അത് നമുക്ക് നല്ല സാഡിൽസ് വലുത് നന്നായിട്ട് കഴുകി തലയൊക്കെ കളഞ്ഞ് നന്നായിട്ട് 3-4 പ്രാവശ്യം വാഷ് ചെയ്തതാണ്. പിന്നെ ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ടൂമറിക് പൗഡർ ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ വാങ്ങാറില്ല, സാധാരണ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത്തിരി സോൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സാഡിൽസ് ഫ്രൈ ചെയ്യാൻ വേണ്ടത്. ഇനി നമുക്ക് സാഡിൽസ് ഓരോന്നായിട്ട് എടുത്ത് ചെറിയതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എങ്കിലാണ് ഈ മുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് കയറി ഇതാവുള്ളൂ. അപ്പൊ ചെറിയ ഇതായിട്ട് ഒരു വരഞ്ഞു കൊടുക്കാം. മുൻപ് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ആദ്യം തന്നെ സാഡിൽസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, സോൾട്ട്, ഇത്തിരി ഓയിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്താൽ വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ സാഡിൽസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈങ് പാൻ വെച്ച് സ്റ്റൗ ഓൺ ചെയ്തു. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓക്കെ, ഇനി ഓയിൽ ചൂടാവട്ടെ. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ സാഡിൽസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. കൈകൊള്ളാതെ നോക്കണം കേട്ടോ. നമ്മുടെ സാഡിൽസ് എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ സാഡിൽസ് 10 മിനിറ്റ്സ് സ്ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിരുന്നതാണ്. ഇനി നമുക്കതൊന്ന് പതുക്കെ മറിച്ചിടാം. 2 ഫോർക്ക് ഉപയോഗിച്ച് മറിച്ചിടുകയാണെങ്കിൽ അതങ്ങനെ പൊളിഞ്ഞു പോകാതെ നല്ല ഷേപ്പ്. ഇതെല്ലാം മറിച്ചിട്ടു. ഇനി 5 മിനിറ്റ്സോടുകൂടി നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. സ്റ്റൗ സ്ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ. വളരെ രുചികരമായ സ്വാദിഷ്ടമുള്ള സാഡിൽ ഫ്രൈ റെഡി ആയിട്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ വരേക്കും ബൈ.